ഹലോ ഓൾ. ഒരു പ്രോഡക്റ്റ് പോലും യൂസ് ചെയ്യാതെ നിങ്ങൾക്കും ഒരു ഗ്ലോയിങ് സ്കിൻ വേണം. ഇന്നത്തേത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. എല്ലാ വീഡിയോസിലും ഉള്ള പോലെ കൊറിയൻ സ്കിൻ കിട്ടാൻ വേണ്ടി, ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല ഈ വീഡിയോനകത്തുള്ളത്. വളരെ കുഞ്ഞ് 5 സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതേപോലെ ഒരു ഗ്ലോയിങ് സ്കിൻ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇത് അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കിൻ കെയർ വീഡിയോ ആണെന്നും കൂടി നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹലോ ഓൾ, ദിസ് ഇസ് അനുജ ആൻഡ് യു ആർ വാച്ചിങ് എസൻസ് ഓഫ് സയൻസ്. കോവിഡിന് ശേഷം ഏകദേശം 50% വർധനവാണ് ഈ സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ആ ഒരു ലോക്ക്ഡൌൺ പീരീഡിലായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഈ സെൽഫ് കെയർ വേണം എന്ന ഒരു റിയലൈസേഷൻ വന്നത്. അങ്ങനെ അവർ സ്കിൻ കെയർ, ഹെയർ കെയർ, ബോഡി ഫിറ്റ്നസ് ഒക്കെ ആയിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു എല്ലാവരും. പക്ഷെ ഒരുപാട് പേരും ഇപ്പോഴും സ്കിൻ കെയറിനെ കുറിച്ച് പ്രോപ്പറായി അവയർനെസ് ഇല്ലാതെയാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൈഡ് എഫക്ട്സും സംഭവിക്കുന്നുണ്ട്. അതിലെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ സ്കിൻ ഏജിങ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ യൂത്ത്, അഡൾട്ട്, മെൻ, വിമൻ എല്ലാവരും ഈക്വലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് സ്കിൻ ഏജിങ്. ആൻഡ് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 5 ലൈഫ് സേവിംഗ് റെമഡീസ് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ടിപ്പ് നമ്പർ 1, യൂസ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ എന്ന് പറയുന്നത് സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് പേർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്, വെയിലുള്ളപ്പോൾ യൂസ് ചെയ്യേണ്ട സംഭവമാണ് സൺസ്ക്രീൻ എന്നത്. അതുകൊണ്ട് തന്നെ അധികം വെയിലില്ലാത്ത ദിവസങ്ങൾ, ഒരു ക്ലൗഡി ഡേ ഒക്കെ ആണെങ്കിൽ അവരത് യൂസ് ചെയ്യാറില്ല. നിങ്ങളും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സൺസ്ക്രീൻ എന്ന് പറയുന്നത് അഫ്കോഴ്സ് സൺബേണിൽ നിന്ന് നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൂര്യന്റെ UV റേസിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ആണ് അത് നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങളുടെ സ്കിന്നിന്റെ അകത്ത് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനകത്തുള്ള കൊളാജിനെ ഇത് എഫക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞുതരാം. കൊളാജിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിനകത്ത് അത്യാവശ്യം അബണ്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. ആൻഡ് ഇതാണ് നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു യുവത്വവും ആ ഒരു സ്ട്രെങ്ത്തും പ്ലംപിനെസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ കൊളാജിൻ ലെയറിനെയാണ് ഈ UV റേസ് എഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് ടാൻ ആവും സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ? എന്താണ് അതിന് കാരണം? ഈ UV റേസ് നിങ്ങളുടെ സ്കിന്നിലോട്ടേക്ക് പെനട്രേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ സ്കിന്നിനകത്ത് മെലനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് പ്രൊഡ്യൂസ് ആവുന്നു. അതുകൊണ്ടാണ് അവിടെ ടാനിങ് സംഭവിക്കുന്നത്. അപ്പൊ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷൻ ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി ടിപ്പ് നമ്പർ 2 ഇസ് ടു ഡ്രിങ്ക് വാട്ടർ. നല്ല പോലെ വെള്ളം കുടിക്കുക. ഇത് നിങ്ങൾ ഒരു നിസ്സാര ടിപ്പായിട്ട് തട്ടിക്കളയേണ്ടതില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളുടെ സ്കിന്നിനകത്ത് 64% വാട്ടർ കണ്ടന്റ് ആണ്. അപ്പൊ സ്കിന്നിന് വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ പ്രത്യേകിച്ചും ഈ ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ എപ്പോഴും നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് മോയ്സ്ചറൈസിങ് ക്രീംസ് യൂസ് ചെയ്യാം, വാട്ടർ കണ്ടന്റ് ഉള്ള മോയ്സ്ചറൈസിങ് ക്രീംസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഹൈലിറോണിക് ആസിഡ്സ് ഒക്കെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. ഇനി ടിപ്പ് നമ്പർ 3, ഈറ്റ് ഹെൽത്തി. നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിനും ആവശ്യമുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നട്ട്സ്, ബെറീസ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇതിനകത്തൊക്കെ ആന്റി ഓക്സിഡൻസ് പ്രസന്റ് ആണ്. ആൻഡ് ആന്റി ഓക്സിഡൻസ് നിങ്ങളുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങളുടെ സ്കിന്നിനകത്ത് ഫ്രീ റാഡിക്കൽസ് പ്രസന്റ് ആണ്. ആരും സ്കിപ്പ് ചെയ്യണ്ട. ഞാനിത് ഒരു സയന്റിഫിക് അല്ലാതെ ഒരു കുട്ടി ഫണ്ണി സ്റ്റോറി ആയിട്ട് ഞാൻ ഈ ഫ്രീ റാഡിക്കൽസിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ അവർക്കും ഒരു കൂട്ട് വേണമല്ലോ. അപ്പൊ അവർക്ക് ഒരു കൂട്ടിന് വേണ്ടി, അവർ പെയർഡ് ആവാൻ വേണ്ടിയിട്ട് അവർ ഹെൽത്തി ആയിട്ടുള്ള സെൽസിനൊക്കെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ സ്കിൻ ഡാമേജ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ സ്കിന്നിന് വളരെ ഹാനികരമാണ്. നമ്മുടെ സ്കിന്നിനകത്ത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലേ ഒരു പ്രോട്ടീൻ, കൊളാജിൻ, വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ. ആ കൊളാജിനെ ഈ ഫ്രീ റാഡിക്കൽസ് അങ്ങ് നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ആന്റി ഓക്സിഡൻസ് കഴിക്കണം എന്ന് പറയുന്നത്. ഇനി ടിപ്പ് നമ്പർ 4, ഇതൊരു ലൈഫ് സ്റ്റൈൽ ടിപ്പാണ്. പ്രോപ്പർ എക്സസൈസിങ് ആൻഡ് പ്രോപ്പർ സ്ലീപ്പ്. ഇത് രണ്ടും എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിനെ ക്ലിയർ ആക്കുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിന്റെ പമ്പിംഗ് റേറ്റ് കൂടുന്നു.
അങ്ങനെ തന്നെ അത് ബ്ലഡ് സർക്കുലേഷനും ഇംപ്രൂവ് ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ സെൽസിലോട്ടേക്ക് എത്തുന്ന ഓക്സിജന്റെയും ന്യൂട്രിയൻസിന്റെയും അളവ് കൂടുന്നു. അങ്ങനെ നിങ്ങളുടെ സ്കിന്നിനെ അത് കൂടുതൽ ക്ലിയർ ആക്കുന്നു. അതേപോലെ തന്നെ അത് സ്കിന്നിന്റെ കൊളാജൻ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, ഹോർമോണൽ ബാലൻസിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എക്സസൈസിങ്ങിന്. അതേപോലെ തന്നെയാണ് പ്രോപ്പർ സ്ലീപ്പ്. ഒരു 6 to 7 hours സ്ലീപ്പ് എല്ലാവർക്കും കിട്ടേണ്ടതാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിനെ വളരെയധികം ഗ്ലോയിങ്ങും ബ്രൈറ്റനിങ്ങും ആക്കുന്നു. ഇനിയാണ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് നമ്പർ 5. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് യൂസ് പ്രോഡക്ട്സ് വൈസ്ലി. നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സെലിബ്രിറ്റി യൂസ് ചെയ്യുന്നത് കണ്ട് ഉപയോഗിക്കാതെ, അതിന്റെ പ്രൈസ് കണ്ട് അത് വാങ്ങാതെ, അതിന്റെ കോണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. ഒരുപാട് തരം സ്കിൻ ഉണ്ട്. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ. അപ്പൊ നിങ്ങളുടേത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആൻഡ് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സ്കിൻ കെയറിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. നിങ്ങൾക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കാണുന്നില്ലല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുകയുള്ളൂ. ആസ് യു ഓൾ നോ, കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ്. താങ്ക് യു.